ഹലോ, ഇതെന്ന് പറയുന്നത് എൻ്റെ ഇന്നലത്തെ വാട്ട് ഐ ഈറ്റിൻ്റെ ഡേ ആണ്. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നർ ഷെയർ ചെയ്യുന്നുണ്ട്. അതുമാത്രമല്ല, ഞാൻ കഴിച്ചതും കുടിച്ചതുമായിട്ടുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ള കുറച്ച് കൂടുതൽ ഡിലീഷ്യസ് ഡിഷസ്. അപ്പം ഡിലീഷ്യസ് ഡിഷസിന് എനിക്ക് ധൈര്യമായിട്ട് എടുത്തു പറയാം. കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാൻ കുക്ക് ചെയ്തിട്ടുള്ള എൻ്റെ ഐറ്റംസ് അല്ലല്ലോ ഇപ്പോൾ. അപ്പം അമ്മച്ചിയുടെ സ്പെഷ്യലാണല്ലോ. അപ്പം ഒരു സാധനം പോലും ഞാൻ കുക്ക് ചെയ്തിട്ടില്ല. എല്ലാം അമ്മച്ചിയുടെ ടേസ്റ്റി ഡിഷസാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഏറ്റവും ആദ്യം തന്നെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് എടുത്തത് നല്ല അടിപൊളിയായിട്ടുള്ള ചപ്പാത്തിയായിരുന്നു. അപ്പോൾ ഞാൻ രാവിലെ കഴിക്കാനെടുത്തത് 2 ചപ്പാത്തിയും മുട്ടക്കറിയുമായിരുന്നു ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത്. ചപ്പാത്തിയും അമ്മച്ചിയുടെ ഒരു സ്പെഷ്യൽ കുക്കർ മുട്ടക്കറിയും. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ ബീഫ് പ്രിപ്പറേഷൻ്റെ വീഡിയോ ഒക്കെ ഇട്ടല്ലോ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം കുറച്ച് ബീഫ് കറിയൊക്കെ വെച്ചായിരുന്നു. അപ്പോൾ ചപ്പാത്തിക്ക് ബീഫ് കറി എന്ന് പറയുമ്പോഴത്തേനും അടിപൊളി കോമ്പിനേഷനാണല്ലോ. അപ്പോൾ ഞാൻ ചപ്പാത്തിയും മുട്ടക്കറിയും ബീഫ് കറിയും അതുപോലെ തന്നെ ഒരു ഗ്ലാസ് ചൂട് ചായയുമാണ് ബ്രേക്ക്ഫാസ്റ്റിന് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഞാൻ എന്നും പറയുന്നതാണ്, എനിക്ക് ഈ ഗ്രേവിയൊക്കെ വരുമ്പോഴത്തേനും വളരെ ലൂസായിട്ടുള്ള ഗ്രേവി ഇഷ്ടമല്ല. ഈ ഒരു ഫോമിലുള്ള ഗ്രേവിയാണ് എനിക്കിഷ്ടം. ഒരു സെമി ഗ്രേവി എന്നൊക്കെ പറയുന്ന പോലെ. അപ്പോൾ അതൊക്കെ ചേർത്തപ്പോൾ നല്ല അടിപൊളിയായിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് കറിയും അതുപോലെ തന്നെ മുട്ടക്കറിയും പിന്നെ നല്ല ചൂട് ചായയും. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് സൂപ്പർ ടേസ്റ്റി ഡിലീഷ്യസ് ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. അപ്പോൾ എല്ലാം കൂടെ ചേർത്ത് കൂട്ടിക്കുഴച്ച് കഴിക്കുകയാണ്. അപ്പോൾ എൻജോയ് ചെയ്താണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത്. അപ്പോൾ നമ്മൾ കറികളിലൊക്കെ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് കാശ്മീരി ചില്ലി പൗഡർ തന്നെയാണ്. അതുകൊണ്ട് തന്നെ കറികൾക്ക് കൂടുതൽ കളറുണ്ടാവും. അത്ര ഓവർ സ്പൈസി ആവത്തില്ല. സ്പൈസ് എന്ന് പറഞ്ഞാൽ ഒരു നോർമൽ ലെവലിലുള്ള സ്പൈസ് ആയിരിക്കും. എന്നാൽ കറികൾക്ക് ബീഫ് കറിക്കാണെങ്കിലും ചിക്കൻ കറിക്കാണെങ്കിലും അത്യാവശ്യം കളറും കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചതിന് ശേഷം ഞാൻ കുറച്ച് ബ്രേക്ക്ഫാസ്റ്റ് ഒരു 8:30 കഴിച്ചു. ഒരു 11 o'clock ഒക്കെ ആയപ്പോഴത്തേനും ഒരു ബൗള് കരിക്ക്, ഒരു ബൗള് ടെൻഡർ കോക്കനട്ട് കിട്ടി. അപ്പം കഴിഞ്ഞ ദിവസം വീട്ടിൽ തേങ്ങ ഇടാനായിട്ട് ആൾ വന്നിരുന്നു. അപ്പോൾ നമ്മൾ 3-4 കരിക്കും കൂടെ അവരെ കൊണ്ട് ഇടിപ്പിച്ചായിരുന്നു. അപ്പോൾ അമ്മച്ചി എന്ത് ചെയ്തു, 3-4 കരിക്ക് വെട്ടി എല്ലാം റെഡിയാക്കി കഴിക്കാനായിട്ട് പാത്രത്തിലാക്കി തന്നു. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള കരിക്ക്, ഒരു രക്ഷയില്ലായിരുന്നു കേട്ടോ. സാധാരണ കരിക്കൊക്കെ ചിലപ്പോൾ കഴിക്കുമ്പോഴത്തേനും തേങ്ങയുടെ പരുവായി മൂത്ത് പോകാറുണ്ട്. ചിലപ്പം പൊട്ടിച്ച് നോക്കുമ്പോഴത്തേനും ഉള്ളിൽ ഉണ്ടാവാറില്ല. പക്ഷേ ഈ പ്രാവശ്യം എന്ന് പറയുന്നത് ഏറ്റവും അടിപൊളി കറക്റ്റ് ഫോമിലായിട്ടുള്ള ടെൻഡർ കോക്കനട്ടാണ് കിട്ടിയത്. അപ്പോൾ നല്ല കരിക്ക് നല്ല മധുരമായിരുന്നു. അതുപോലെ തന്നെ തേങ്ങാ വെള്ളം, കോക്കനട്ട് വാട്ടറും അടിപൊളിയായിരുന്നു. അപ്പോൾ അതൊക്കെ ഒരു ബൗൾ കഴിച്ചതിന് ശേഷം നമ്മുടെ തൊട്ട് അടുത്താണ് ചിന്നത്താടെ വീട്. അപ്പോൾ അവിടെ കയറിപ്പോയപ്പോഴത്തേനും അവിടെ ഉണ്ടായ പഴം വീട്ടിലുണ്ടായതുകൊണ്ട് തന്നെ നല്ല അടിപൊളിയായിട്ട് നല്ല മധുരമായിട്ടുള്ള സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള 1-2 പഴം കഴിച്ചു. അതിന് ശേഷം ചിന്നമ്മ കുറച്ച് പൈനാപ്പിൾ ജ്യൂസ് അടിച്ചു തന്നു. അപ്പോൾ അതും ആസ്വദിച്ച് വർത്തമാനമൊക്കെ പറഞ്ഞ് ഇരുന്ന് അതും ആസ്വദിച്ച് കുടിച്ചു. അതിനുശേഷം ചിന്നമ്മ എന്തൊക്കെയോ തിന്നാനോ കുടിക്കാനോ പറഞ്ഞു. പക്ഷേ ഞാൻ ഈ കരിക്കൊക്കെ കുടിച്ചിട്ട് പോയതുകൊണ്ട് എൻ്റെ വയറ് നല്ല നിറഞ്ഞിട്ടാണ് ഞാൻ പോയത്. അതിനുശേഷം ഞാൻ ഒന്ന് പേട്ടയ്ക്കിറങ്ങി എൻ്റെ പർച്ചേസ് വ്ലോഗ് ഞാൻ പുറകെ ഇടുന്നതായിരിക്കും. അപ്പോൾ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ബേക്കറിയാണ് മുണ്ടമറ്റം ബേക്കറി. അപ്പോൾ മുണ്ടമറ്റം ബേക്കറിയിലെ സമൂസ, വെജിറ്റബിൾ സമൂസ എൻ്റെ ഭയങ്കര ഫേവറേറ്റാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് സമൂസ എടുത്തിട്ട് ഇന്ന് വൈകുന്നേരം ചായക്ക് അതും കൂട്ടി കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ സമൂസ ഒക്കെ വീട്ടിൽ കൊണ്ടുവന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ നല്ല വിശന്നാണ് വന്നത്. കാരണം ഒരു 11:30 കൂടിയിട്ടൊക്കെ ഞാൻ പേട്ടയിൽ പർച്ചേസിന് പോയിട്ട് ഒരു 3 o'clock ആയപ്പോഴാണ് ഞാൻ തിരിച്ചു വന്നത്. വേണ്ട ഒരു 3/4 സാധനവും, അതായത് ദുബായിലേക്ക് തിരിച്ചു പോകുമ്പോൾ കൊണ്ടുപോകേണ്ട ഒരു 3/4 സാധനവും വാങ്ങിച്ചിട്ടുണ്ട്. ഇനി കുറച്ച് 1-2 തവണയും കൂടി ഇറങ്ങിക്കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് എല്ലാം സെറ്റായി. അപ്പോൾ അതുകൊണ്ട് നല്ല വിശന്നാണ് വന്നത്. അപ്പോൾ ഊണ് കഴിക്കുമ്പോൾ സമയമെന്ന് പറയുന്നത് ഒരു 3-3:30 മണിയായിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ലഞ്ചെന്ന് പറയുന്നത് എനിക്ക് വളരെ സ്പെഷ്യലാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ നല്ല അടിപൊളി കരിമീൻ പൊരിച്ചതും അതുപോലെ തന്നെ കരിമീൻ കറിയും. അമ്മച്ചിയുടെ മീൻ കറി എന്ന് പറയുന്നത് നല്ല ലൂസ് കൺസിസ്റ്റൻസിൽ, അത്തശ്ശിക്ക് ഇതാണ് ഇഷ്ടം. ഒരുപാട് വെളുത്തുള്ളി, ഇഞ്ചി, സവോള, ടൊമാറ്റോ ഒന്നും ഇട്ട് തിക്കായിട്ടുള്ള മീൻ കറി അത്തശ്ശിക്ക് ഇഷ്ടമല്ല. അതുകൊണ്ട് തന്നെ അമ്മച്ചിയുടെ മീൻ കറി എന്ന് പറയുന്നത് നല്ല
ലൂസായിട്ട് നല്ല രസം പോലെ നമ്മൾ ഒഴിച്ച് കഴിക്കാവുന്ന മീൻകറിയാണ്. അപ്പം അതൊക്കെ ചേർത്തിട്ട് പിന്നെ ഇന്ന് ഞാൻ ഇപ്പോൾ ലഞ്ചിൽ കാണിച്ചത് പടവലങ്ങ ചെമ്മീൻ ഇട്ടിട്ടുള്ള ഒരു ഉലർത്ത് എൻ്റെ ഭയങ്കര ഫേവറേറ്റാണ്. അപ്പോൾ അമ്മച്ചിയോട് അത് ഉണ്ടാക്കി തരാൻ പറഞ്ഞപ്പോൾ അമ്മച്ചി അതും വെച്ചു. നല്ല വിശന്ന് വന്ന സമയത്ത് ഫേവറേറ്റ് കറികളെല്ലാം ഇരിക്കുന്നത് കാണുമ്പോൾ ഭയങ്കര ഒരു പോസിറ്റീവാണ്. അപ്പം വിശന്ന് വരുമ്പോഴത്തേനും എന്ത് കിട്ടിയാലും കഴിക്കും. പക്ഷേ വിശന്ന് വരുമ്പോഴത്തേനും ഫേവറേറ്റ് ആയിട്ടുള്ള ഡിഷസ് മാത്രം ടേബിളിൽ ഇങ്ങനെ വിളമ്പി വെക്കുമ്പോഴത്തേനും ഭയങ്കര സന്തോഷമാണ്. അതൊക്കെ അമ്മമാർ ഇപ്പം നാട്ടിലായതുകൊണ്ടും അമ്മച്ചിയുടെ അടുത്തായതുകൊണ്ടാണ് എനിക്കിത് ഇങ്ങനെയൊക്കെ നടക്കുന്നത്. അപ്പം എന്താണെങ്കിലും ഞാൻ എൻജോയ് ചെയ്ത് കുറച്ച് ചൂട് ചോറ് വിളമ്പി അതിലേക്ക് ഒരു പീസ് കരിമീൻ പൊരിച്ചതും അതുപോലെ തന്നെ കുറച്ച് കരിമീൻ കറിയും അതുപോലെ തന്നെ കുറച്ച് പടവലങ്ങ ചെമ്മീൻ ഉലർത്തും. പിന്നെ ഇതെന്ന് പറയുന്നത് കൊണ്ടുപോകാൻ വേണ്ടി ഇട്ടതാണ്. നമ്മുടെ ചിലുമ്പിപ്പുളി എന്നൊക്കെ പറയും, ഒരു സ്പെഷ്യൽ പിക്കിളാണ്. അപ്പോൾ കറിയും കാര്യങ്ങളും ഇനിയും എന്തൊക്കെയോ ഉണ്ടായിരുന്നു, പക്ഷേ അതൊന്നും വേണ്ട, ഇത് തന്നെ കൂടുതലാണ്. അപ്പോൾ ആ മീൻകറി ഉണ്ടല്ലോ ഭയങ്കര ടേസ്റ്റായിരുന്നു. പിന്നെ ഇന്ന് ഞാനിപ്പോൾ ഈ ചോറ് കഴിക്കുന്നത് നിങ്ങൾ കണ്ടല്ലോ, എനിക്ക് ഭയങ്കര വിശപ്പുമായിരുന്നു, ഭയങ്കര ടേസ്റ്റുമായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ചും കൂടെ ചോറൊക്കെ അമ്മച്ചിനെ കൊണ്ട് വിളമ്പിപ്പിച്ച് രണ്ടാമത് ചോറും കറിയും ഒക്കെ വീണ്ടും കഴിച്ചു. ഭയങ്കര ടേസ്റ്റായിരുന്നു, ഭയങ്കര രുചിയായിരുന്നു. എന്തോ ഇന്ന് കൂടുതൽ വിശപ്പായിട്ട് വന്നതുകൊണ്ടായിരിക്കാം. പിന്നെ അമ്മച്ചിയുടെ മീൻകറിയൊക്കെ കൂട്ടി ഞാൻ ചോറിനിട്ട് കുറേ ആയായിരുന്നു. കഴിഞ്ഞ ദിവസം മീൻകറിയൊക്കെ ഉണ്ടെങ്കിലും ഞാൻ ഒരുപാട് അങ്ങ് ഒഴിച്ചില്ലായിരുന്നു. പിന്നെ ഈ കരിമീനും ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഒരു ഭയങ്കര രുചിയുള്ള ഒരു കരിമീനായതുകൊണ്ട് തന്നെ എന്താ പറയുക, ഫ്രൈനേക്കാളും കൂടുതൽ ആ കറി ഒഴിച്ച് കഴിക്കാനായിരുന്നു എനിക്ക് കൂടുതലൊരു ഇൻട്രസ്റ്റ് തോന്നിയത്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ലഞ്ച് ഞാൻ ആസ്വദിച്ച് കഴിക്കുകയാണ്. ഒരു രക്ഷയില്ല, അടിപൊളി ലഞ്ചായിരുന്നു. അപ്പോൾ മീൻകറി വീണ്ടും ഒഴിക്കുന്നുണ്ട്, ചോറ് വീണ്ടും ഇട്ടായിരുന്നു. ഞാനങ്ങനെ രണ്ടാമത് ചോറ് കഴിക്കുന്ന ആളൊന്നുമല്ല, പക്ഷേ അറിയാതെ കഴിച്ചുപോയി. പിന്നെ അതിനുശേഷം ചോറൊക്കെ കഴിച്ചതിന് ശേഷം നമ്മുടെ ഈവനിങ് പ്രെയർ, അതായത് ഒരു 6:30 മഗ്‌രിബ് സമയത്തുള്ള പ്രെയറൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ചായ കുടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഒരു ഗ്ലാസ് ചൂട് ചായയും നമ്മുടെ എന്താ പറയുക മുണ്ടമറ്റത്തെ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള സ്പെഷ്യൽ വെജ് സമൂസയും പിന്നെ കഴിഞ്ഞ ദിവസത്തെ അമ്മച്ചിയുടെ ചട്ടിപ്പത്തിരിയുടെ ഷേപ്പും കാര്യങ്ങളൊന്നും നിങ്ങൾ നോക്കണ്ട. അത് അമ്മച്ചി ഇങ്ങനെ പാനിൽ നിന്ന് തിരിച്ച് പ്ലേറ്റിലേക്ക് ഇട്ടപ്പോഴത്തേന് ഫ്ലോപ്പായിപ്പോയി, ചീറ്റിപ്പോയെന്ന് എന്നോട് പറഞ്ഞായിരുന്നു. പക്ഷേ ടേസ്റ്റ് എന്ന് പറയുന്നത് ഒരു രക്ഷയില്ലായിരുന്നു, അടിപൊളി ടേസ്റ്റായിരുന്നു. സാറായിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. സൈറായും അത് കുറച്ച് വാങ്ങിച്ച് കഴിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അടിപൊളിയായിട്ട്. അപ്പം സമൂസ ഞാൻ ഇടയ്ക്ക് എപ്പോൾ നാട്ടിൽ വന്നാലും മുണ്ടമറ്റത്ത് ഈ സമൂസ വാങ്ങിച്ച് കഴിക്കാറുണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഇതെന്ന് പറയുന്നത് ഇതൊരു സ്പെഷ്യൽ ഐറ്റമാണ്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിൽ ഒരു മൽബറി മരമുണ്ട്. അപ്പോൾ ആ ഞാൻ നട്ട മൽബറിയാണ്. അപ്പം ഞാൻ മൽബറിയൊക്കെ നട്ടിട്ട് പോയി. ഞാൻ ദുബായിലുണ്ടായിരുന്ന സമയത്ത് അത് നന്നായിട്ട് എന്താ പറയുക, മൽബറി നിറച്ച് കായ്ച്ചതിന് ശേഷം നമ്മുടെ വീട്ടിലുള്ള ഓൾമോസ്റ്റ് ചെടികളും മരങ്ങളും പ്ലാന്റ്സും എല്ലാം കൂടുതലും ഞാൻ തന്നെ നട്ടതാണ്. ഞാനൊരു പ്ലാന്റ് ലവറും കൂടിയാണ്, ഒരു ഗാർഡനിങ് ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരാളും കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ എല്ലാം നട്ട് പിടിപ്പിച്ചേച്ച് പോകും. അത് പരിപാലിക്കുന്നതും അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതൊക്കെ എൻ്റെ അമ്മച്ചി തന്നെയാണ്. അപ്പോൾ ഞാനൊരു മൽബറി മരം നട്ട് വെച്ചിട്ട് പോയി. ഞാൻ പോയതിന് ശേഷം അത് ഒരുപാടങ്ങ് കായ്ച്ചു. അപ്പോൾ അമ്മച്ചിക്ക് അറിയാം, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് ഞാൻ ആഗ്രഹിച്ച് എന്താ പറയുക നട്ട് വെച്ചിട്ട് പോയതാണ്. പക്ഷേ എനിക്കത് കഴിക്കാൻ പറ്റാതെ വന്നു കഴിഞ്ഞാൽ അമ്മച്ചിക്ക് ഒരു വിഷമം ഉണ്ടായിരുന്നു. അപ്പോൾ അമ്മച്ചി എന്ത് ചെയ്തു, അതിലത്തെ പല ദിവസമായിട്ട് കളക്ട് ചെയ്ത് മൽബറി മുഴുവൻ പറിച്ചെടുത്തതിന് ശേഷം കുറച്ച് പഞ്ചസാരയും ഇട്ട് അതെന്ത് ചെയ്തു, വിളയിച്ചിട്ട് അതെന്ത് ചെയ്തു, ഫ്രീസറിൽ സ്റ്റോർ ചെയ്ത് വെച്ചു. ഇത് ഞങ്ങൾക്ക് തിരിച്ചു പോകുമ്പോൾ തരാനായിട്ട്. അപ്പം ഇവിടെയുള്ളവരൊക്കെ അത് ഒരുപാട് കഴിച്ചു. കാര്യം എന്താ വെച്ചാൽ ഒരുപാടുണ്ടായിരുന്നു, മൽബറി ഒരുപാടുണ്ടായിരുന്നു. അപ്പോൾ സൈറൂനൊക്കെ അത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ വിചാരിച്ചത് ഇത് ഡയറക്റ്റ് കഴിക്കാനല്ല, ബ്രെഡിലും ബണ്ണിലും ചപ്പാത്തിയിലും ഒക്കെ സ്പ്രെഡ് ചെയ്തിട്ട്
മനസ്സിലായില്ല. നമ്മളിപ്പോൾ ബോട്ടിൽ വാങ്ങിക്കുന്ന ജാമെന്ന് പറയുന്നത് എത്രത്തോളം ശരീരത്തിന് ഹാനികരമാണെന്നുള്ളത് നമുക്കറിയാം. അപ്പം സാറായുടെ സ്നാക്ക് ബോക്സിലൊക്കെ എന്താ പറയുക, ചപ്പാത്തിയുടെ കൂടെയും ബ്രെഡിൻ്റെ കൂടെയൊക്കെ സ്പ്രെഡ് ചെയ്യുക. ഈ നേരിട്ട് കാണുന്ന ഒരുപാട് അമ്മച്ചി ക്രഷ് ചെയ്തില്ല, മിക്സിയിലിട്ട് അടിച്ചില്ല. അതുകൊണ്ട് തന്നെ എന്താ പറയുക, മുഴുവനായിട്ട് മൽബറി അമ്മച്ച മിക്സിയിലിട്ട് ഒന്നും കൂടെ പേസ്റ്റ് ആക്കാൻ പോയപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട, ഇപ്പം നല്ല ടേസ്റ്റുണ്ട്. ഇടയ്ക്ക് മൽബറി കടിക്കുമ്പോഴത്തേനും ഭയങ്കര ടേസ്റ്റുണ്ട്. അപ്പോൾ ചായയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഡിന്നറിന് മുന്നേ ആയിട്ട് ഞങ്ങൾ ജസ്റ്റ് എല്ലാവരും കൂടെ ഒന്ന് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് എന്താ പറയുക, ഒരു 4 സ്ലൈസ് ബ്രെഡ് എടുത്തിട്ട് അതിൻ്റെ മുകളിലേക്ക് അമ്മച്ചിയുടെ ഹോം മെയ്ഡ് മൽബറി ജാം സ്പ്രെഡ് ചെയ്ത് ഞങ്ങളെല്ലാവരും ഓരോ പീസ് വീതം കഴിച്ചു. ഒരു രക്ഷയില്ല കേട്ടോ. ഭയങ്കര പഞ്ചസാര വളരെ കുറച്ചേ ചേർത്തുള്ളൂ. കാര്യം വെച്ചാൽ മൽബറിക്ക് അതുപോലെ മധുരം ഉള്ളത് കൊണ്ട് തന്നെ ആർട്ടിഫിഷ്യലായിട്ടുള്ള ഷുഗർ ചേർത്ത് അത് നശിപ്പിച്ചിട്ടില്ല. അപ്പോൾ നമ്മൾ എല്ലാവരും ഓരോരോ സാറായ്ക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. സാറ ഏകദേശം 2 സ്ലൈസ് കഴിച്ചു. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് അവിടെ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഭയങ്കര യൂസ്ഫുള്ളാണ്. മോൾക്ക് സ്നാക്ക് ബോക്സിൽ വെച്ച് വിടുവാണെങ്കിൽ അവൾ ഭയങ്കര ഹാപ്പി ആയിട്ട് കഴിച്ചോളും. അതുകൊണ്ട് നമുക്കിതൊക്കെ എൻ്റെ പാക്കിംഗ് വീഡിയോയിൽ ഞാൻ കാണിക്കാം. ഈ മൽബറിയും എല്ലാം നമ്മുടെ പാക്കിംഗ് വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തുന്നുണ്ട്. പിന്നെ അതിന് ശേഷം നമ്മുടെ ഡിന്നർ ടൈമായി. ഡിന്നർ അത്യാവശ്യം നല്ല ലേറ്റായിട്ടാണ് കഴിച്ചത്. അതും ഇതും എന്തൊക്കെയോ കഴിച്ചതുകൊണ്ട് ഒരു 10:30 ഒക്കെ ആയപ്പോഴത്തേനാണ് ഡിന്നർ കഴിച്ചത്. ഡിന്നറിന് പുതിയതായിട്ട് ഒന്നും എല്ലാ ദിവസവും ഇപ്പോൾ അങ്ങനെ തന്നെയാണ്. ഡിന്നറിന് വേണ്ടിയിട്ട് കുക്ക് ചെയ്യാറില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ എല്ലാ ഭക്ഷണവും ആ ദിവസത്തെ എല്ലാ ഫുഡും ഉണ്ടാവും. ലഞ്ചിൻ്റെയും ബ്രേക്ക്ഫാസ്റ്റിൻ്റെയും എല്ലാം കൂടെ ചേർത്ത് വെക്കുമ്പോഴത്തേനും ഡിന്നറിന് നമുക്ക് ആവശ്യത്തിന് കൂടുതൽ ആഹാരം ഉണ്ടായിരിക്കും. അപ്പോൾ ഡിന്നറിന് ഞാൻ കഴിച്ചത് 2 ചപ്പാത്തിയാണ്. അപ്പോൾ ചപ്പാത്തിയുടെ കൂടെ ഞാൻ സൈഡ് ഡിഷായിട്ട് എന്തൊക്കെയോ വെക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഞാൻ ഒരു ഐറ്റം എങ്ങാണ്ടോ തൊട്ട് കൂട്ടിയതിന് ശേഷം ഞാനതൊക്കെ മാറ്റിയായിരുന്നു. എന്താ സംഭവം എന്ന് പറഞ്ഞാൽ എനിക്ക് ഈ സമൂസയും ചായയും ബ്രെഡും എല്ലാം കൂടെ കഴിച്ചപ്പോഴത്തേനും രാത്രി അല്പം പോലും വിശപ്പില്ലായിരുന്നു, കുറച്ച് പോലും വിശപ്പില്ലായിരുന്നു. എൻ്റെ അമ്മച്ചി എടുത്ത് വെച്ചത് കൊണ്ട് ഞാൻ ഒരു പേരിന് വേണ്ടിയിട്ട് കുറച്ച് കഴിച്ചെന്നേ ഉള്ളൂ. അപ്പോൾ ഞാൻ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് വലിയ ആർഭാടമായിട്ട് സൈഡിൽ കറികളെല്ലാം വിളമ്പുന്നുണ്ട്. പക്ഷേ ഇതൊന്നും എൻ്റെ വയറ്റിലേക്ക് എത്തിയിട്ടില്ല, കാരണം എനിക്ക് അത്രയ്ക്ക് വിശപ്പില്ലായിരുന്നു. അപ്പോൾ ഞാൻ എന്താണേലും വിളമ്പിയത് 2 ചപ്പാത്തിയും കുറച്ച് ബീഫ് കറിയും ചിക്കൻ റോസ്റ്റും ബീഫ് റോസ്റ്റും കുറച്ച് മുട്ട ചിക്കിയതും അതുപോലെ തന്നെ പടവലങ്ങ ചെമ്മീൻ കറിയും 1 ഗ്ലാസ് ജ്യൂസും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ 1 ഗ്ലാസ് ജ്യൂസും കുടിച്ച് കുറച്ച് ചപ്പാത്തിയുടെ ഒരു ചപ്പാത്തി എങ്ങാണ്ട് കഴിച്ചപ്പോൾ എനിക്ക് മതിയായി, ഞാൻ മാറ്റി വയ്ക്കുകയായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഇന്നലത്തെ വാട്ടൈ 8 ഡേ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ടേസ്റ്റി ഡിഷസ്, ഡിലീഷ്യസ് ഡിഷസ് കാണുന്ന പോലെ തന്നെ എല്ലാം വളരെ രുചികരമാണ്. എന്താ പറയുക, ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള ഡിലീഷ്യസ് മോം സ്പെഷ്യൽ, അമ്മച്ചിയുടെ സ്പെഷ്യൽ ഡിഷസാണ്. അപ്പോൾ എൻ്റെ എന്താ പറയുക, ഫുഡ് ലവേഴ്സ് ഒന്നും നമ്മുടെ വീഡിയോസും കാര്യങ്ങളൊന്നും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക. അപ്പം കംപ്ലീറ്റ് ഫുഡും കാര്യങ്ങളൊക്കെ ആണല്ലോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.